ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്ലീറ്റഡിൻ്റെ 3 പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരുന്ന പോകം, അതായത് നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം വരുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ഈ കട്ടിങ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ 3 പീസാണ് 3 പീസ് വരുമ്പോൾ നമുക്ക് കിട്ടുക. അത് നമ്മൾ ഓൾറെഡി ഫ്രണ്ടിൽ മാത്രമേ 3 പീസ് വരുന്നുള്ളൂ, ബാക്കിൽ 3 പീസ് വരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുവേ പീസ് കണ്ടോ ഇങ്ങനെയാണ് വരിക. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസുകൾക്കൊക്കെ നിന്നും അതേപോലെ തന്നെ എല്ലാ സൈഡും ഒരു 3 സൈഡും നമ്മൾക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എന്ന രീതിയിൽ ബ്ലാക്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നോക്കുക എങ്ങനെയാണോ ഏത് കണ്ടോ ഈ രീതിയിലാണ് വെക്കേണ്ടത്. അതായത് കഴുത്തിൻ്റെ അവിടെ വേണ്ട, ബാക്കി സൈഡിലെല്ലാം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വരത്തക്ക രീതി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഇവിടെയും ഇതിലും കണ്ടോ, അത് ഇങ്ങനെ നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെക്കണ സമയത്ത് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗവും നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ 3 പീസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ല വശത്തിൻ്റെ മേലെ വെക്കാം. നമ്മുടെ തുണിയുടെ നല്ല വശത്തിൻ്റെ മേലെ ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം മാത്രം അടിക്കുക. ഓക്കെ, ഇതും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും നമ്മൾ ചോക്ക് കൊണ്ട് വരയ്ക്കുന്നു ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ മറ്റതിൽ കഴുത്തുണ്ട്, അവിടെ യൂലും നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചെടുക്കുന്നു ഇവിടെ. അപ്പോൾ ഈ ഭാഗത്തൊന്നും അടിച്ച് കൊണ്ടുവരാം. അടിച്ച് കൊണ്ടുവന്ന ശേഷം ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇനി കഴുത്തിൻ്റെ നടുക്ക് ഭാഗം മാത്രം ബ്ലാക്ക് പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നതെന്നുള്ളത്. ഏതേതൊക്കെ ഭാഗത്ത് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഞാനിതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ചെറിയൊരു പൈപ്പിംഗ് പോലെ ഇങ്ങനെ കണ്ട ആ ഒരു പീസിനെ കുറച്ച് മേലേക്ക് ആക്കുമ്പോൾ ഒരു പൈപ്പിംഗ് പോലെ വരും. എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റവിടെ നമുക്ക് ബ്ലാക്ക് പീസിൻ്റെ പൈപ്പിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ കഴുത്തടിച്ചില്ലേ, ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം അടിച്ച ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്കൊരു ബ്ലാക്ക് പൈപ്പിംഗ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2 പീസാണ് എല്ലാത്തിലും വരുന്നത്. അതുകൊണ്ട് നമ്മുടെ യോക്കിന് നല്ല കട്ടി ഉണ്ടാവും. നമ്മൾ ഒരു പീസിൽ പൈപ്പിംഗ് മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ യോക്കിന് ഒട്ടും തന്നെ കട്ടി ഉണ്ടാവില്ല, അതൊരു മാതിരി ആയിപ്പോവും. അപ്പോൾ ഇത് നോക്കിക്കുക, ഇത് നമുക്ക് പൈപ്പിംഗ് എഫക്റ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു പൈപ്പിംഗ് എഫക്റ്റ്, ബ്ലാക്ക് പൈപ്പിംഗ് എഫക്റ്റ് കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നത് കണ്ടോ. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ ഇവിടെയും നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ അത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടല്ലോ, ഇങ്ങനെ നമ്മളൊരു പൈപ്പിംഗ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായത് ഇതിനെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേത് നമുക്കിത് എടുക്കുന്നു, ഇങ്ങനെ വയ്ക്കുന്നു, ഒന്ന് അടിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റും ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചേച്ചും കൊണ്ടുവരാം. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അടിക്കുക. നമ്മൾ എക്സ്ട്രാ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, നമ്മളതിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് കഴുത്തിൻ്റെ ആ ബ്ലാക്ക് പീസിൻ്റെ അവിടെ 1/4 ഇഞ്ച് 3 സൈഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിത് അഡ്ജസ്റ്റ് ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത തുണിയിൽ നിന്നും എക്സ്ട്രാ എടുത്തത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാനാണ്. എന്നിട്ട് എക്സ്ട്രാ സൈഡിലുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമ്മളത് പതിച്ചടിച്ച ശേഷം സൈഡിൽ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ഉണ്ട്. ആ ഒരു ഭാഗത്തിൽ ആ ഒരു ഭാഗം വരുന്നതെല്ലാം എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുക. എക്സാക്ട്ലി ഉള്ള അളവ് നമ്മൾ എടുക്കുക കേട്ടോ. അത് കണ്ടത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്ക് പീസ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ യോക്ക് ഇങ്ങനെയാണ് വരിക. ഇനി ബാക്ക് പീസിൽ നമ്മൾ ഓൾറെഡി 3 പീസ് വരുന്നില്ല, നമ്മൾ ഓൾറെഡി യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം.
അപ്പോൾ ഞാൻ ഷോൾഡർ ഇതിങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തില്ല. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഷോൾഡറും ജോയിൻ ചെയ്തുകൊണ്ടതിൻ്റെ ഇനി നമുക്ക് യോക്കല്ല ജോയിൻ ചെയ്യേണ്ടത്, ഇനി സ്ലീവാണ് ജോയിൻ ചെയ്തത്. സ്ലീവ് ജോയിൻ ചെയ്ത ശേഷം മാത്രമേ യോക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം സ്ലീവിൻ്റെ സെൻറ്റർ വശം ഷോൾഡറുടെ സെൻറ്റർ വയ്ക്കുന്നു, നേരെ ഒരു അരയാണ്, ഒറ്റടിയാണ് സ്ട്രെയിറ്റ് ആയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചടിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ട, സ്ലീവ് കർവല്ല, അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ എളുപ്പമാണ് നമുക്കിതിന് സ്ലീവ് ചെയ്യാനായിട്ട്. നേരെ ഏതെങ്കിലും ഒരു സ്ലീവ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഷോൾഡറിൽ വയ്ക്കുക, അടിക്കുക, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നിങ്ങൾക്ക് സ്ലീവിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് ജോയിൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് പ്ലീറ്റ് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. എന്നതിന് ശേഷം നമുക്കിനി പ്ലീറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ 3 പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവും കൂടി ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ വശത്ത് നമുക്ക് ആ ഒരു പ്ലീറ്റ് വെക്കാനുള്ള നമ്മുടെ നൈറ്റിയുടെ ബാക്കി പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ബ്ലാക്ക് കഴുത്തിൻ്റെ അവിടെ ബ്ലാക്ക് വരുന്നുണ്ടോ ഫ്രണ്ട് പീസിൽ, ആ സെൻറ്റർ വശത്തുനിന്ന് നമ്മൾ തയ്ച്ചു തുടങ്ങാം. അപ്പോൾ നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ആ ഒരു സെൻറ്റർ വശം, ആ പ്ലീറ്റ് വെക്കാൻ ഉള്ളതിൻ്റെ സെൻറ്റർ വശം ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ നടുക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മളത് ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ആദ്യം നടുക്കേന്ന് ഇപ്പുറത്തേക്ക് വരിക, പിന്നെ വീണ്ടും നടുക്കേന്ന് അപ്പുറത്തേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് അല്ലെങ്കിൽ സ്ലീവിൻ്റെ അവിടെ നിന്ന് പ്ലീറ്റ് വെക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ശരിയാവില്ല. നമുക്ക് ഇതുപോലെ ചുരുക്കം, നമ്മളുടെ ഇതിൽ ഉള്ള പോലെ ചുരുക്കം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ഇത് ഫ്രണ്ട് സൈഡിൽ ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ നിങ്ങൾ പ്ലീറ്റ് വെച്ചെടുക്കണം. ഞാൻ ഫ്രണ്ട് സൈഡിൽ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഈ രീതിയിൽ നമുക്കിത് അങ്ങോട്ട് വെക്കാം. ഇത് കണ്ടല്ലോ, ഈ രീതിയിൽ നമുക്ക് വെച്ച ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തു. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് അടിച്ചു കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ ബാക്കി സൈഡ് കൂടി വെച്ചിട്ട് ഒന്നുകൂടി അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കി സൈഡ് വെക്കുമ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിടിച്ചിട്ട് ചെയ്തു വരിക. ആദ്യം തന്നെ കൈക്കുഴിയുടെ അവിടെ നിന്ന് വെക്കരുത്. നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് വെച്ച് ചെയ്ത് പോയിട്ടാണ് പിന്നീടാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് ചെയ്ത്. നിങ്ങൾ ആദ്യം നടുവേ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് പിന്നെ യോക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ടും. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താണ് എനിക്ക് ശീലം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
പ്ലീറ്റഡ് നൈറ്റി അതുപോലത്തെ തന്നെ 3 പീസ് നൈറ്റി എന്നൊക്കെ പറയുന്നത് നൈറ്റിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു വെർഷൻസാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയുള്ള കാര്യമാണ് ഇത്. ഈ ഒരു നൈറ്റി ഇടുമ്പോഴും ഭംഗിയാണ്, വണ്ണമുള്ളവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു നൈറ്റിയാണത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് പ്ലീറ്റ് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അടച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡ് വെച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഇങ്ങനെ നടുക്ക ബ്ലാക്കിൻ്റെ അവിടെ ശരിക്കും എല്ലാ ചുരുക്കവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് മാത്രമേ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്ക് പീസിൻ്റെയും അത് ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ച് നിങ്ങൾ ജോയിൻ എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ ഇതേ നോക്കിയൊക്കെ കറക്റ്റ് ഇടും. നടുക്ക് മാത്രം പ്ലീറ്റ് വന്നിട്ട് നല്ല സൈഡിലും പൈപ്പിംഗ് വേണ്ട, പൈപ്പിംഗ് ഒക്കെ വന്ന് നല്ല നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നോക്കിക്കത് ഈ രീതിയിൽ തിരിക്കുമ്പോൾ അതേ കണ്ടോ, നമ്മുടെ ബാക്ക് പീസിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ജോയിൻ ചെയ്യണം, ഇത് പ്ലീറ്റ് ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ അതെ. ഇനി നമുക്കിതിലൊന്നുമില്ല. ഇനി നമുക്കത് നേരെ 2 സൈഡും കൂട്ടിയടിക്കുക, അടി മടക്കി അടിക്കുക, അത്രയേ ഉള്ളൂ. ബാക്ക് പീസ് നമ്മൾ പ്ലീറ്റ് ഉണ്ട് കണ്ട, ബാക്കിൽ നമ്മൾ പ്ലീറ്റ് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസിലും പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ നമ്മളത് 3 പീസ് നൈറ്റിയാണ്, ബാക്ക് പീസിൽ അങ്ങനെയല്ല. അത്രയേ ഉള്ളൂ സംഭവം, വേറെ വ്യത്യാസങ്ങളൊന്നും ഇതിൽ ഇല്ല. കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല ചുരുക്കളൊക്കെ നല്ല രീതിക്ക് നിൽക്കണ്ട. ഇനി 2 സൈഡും നമ്മൾ കൂട്ടിയടിച്ചിട്ട് അടി മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതേ 2 സൈഡും കൂട്ടിയടിച്ചത് അടി മടക്കി അടിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ കേട്ടോ, നടുക്ക് നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ട് പ്ലീറ്റ് നിൽക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ബ്രസ്റ്റ് ഉള്ളവർക്ക്, വയറുള്ളവർക്കൊന്നും ഇതറിയത്തില്ല. ഈ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കില്ല ഇങ്ങനെ ഇടുന്ന സമയത്ത് കേട്ടോ. ഇനി ബാക്ക് സൈഡ് നോക്കിക്കോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്ന് കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നമ്പർ ഇട്ടോളൂ. ഫേസ്ബുക്കിൽ നിങ്ങളുടെ നമ്പർ ഇട്ടോളൂ, ഞാൻ വിളിക്കണമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. കണ്ടല്ലോ, അടിപൊളിയാണ്. കണ്ടോ, നല്ല ചുരുക്കൊക്കെ ഉള്ള നല്ല ഒതുങ്ങിയ ഒരു നൈറ്റിയാണ്. പൈപ്പിംഗ് എഫക്റ്റ് കണ്ടോ, പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അറിയാത്തവർ ഇപ്പം തന്നെ തയ്ച്ച് നോക്കിക്കോളൂ. ഈ നൈറ്റ് വേണ്ടവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക്